ഹായ് ഗൈസ്, വെൽക്കം ടു എഫ്എക്സ് ടോക്സ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൂ ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഫോമിന്റെ 25Kയുടെ ഇൻസ്റ്റന്റ് ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലൂ ഗാർഡൻ പ്രോഫോമിന്റെ ഇൻസ്റ്റന്റ് ഫണ്ടഡ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കാം. അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ, അപ്പൊ എങ്ങനെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് പേ ഔട്ട് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റന്റ് ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാലഞ്ച് ഫേസസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നോർമലി രണ്ടോ മൂന്നോ ഇവാലുവേഷൻ ഫേസസ് ഉള്ള അക്കൗണ്ടുകളായിരിക്കും കൂടുതൽ ഉണ്ടാവും. ഇവിടെ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്, അതേപോലെ 2 സ്റ്റെപ്പ് ഉണ്ട്, 3 സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇൻസ്റ്റന്റ് ആണ് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇൻസ്റ്റന്റ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാലഞ്ച് ഫേസസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കിവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് വിഡ്രോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് റൂൾസും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു റൂൾസ് എല്ലാം മീറ്റപ്പ് ചെയ്താൽ മാത്രമേ പേ ഔട്ടും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആ ഒരു റൂൾസിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡൗൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റന്റ് ഫണ്ടഡ് അക്കൗണ്ട് 25Kയുടെ അക്കൗണ്ട് എങ്ങനെ പർച്ചേസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണിച്ചെടുത്താണ്. അതേപോലെ തന്നെ നമുക്ക് അതിൽ എങ്ങനെ പേ ഔട്ട് എടുക്കാന്നുള്ള എന്റെ ഒരു ബേസിക് പ്ലാൻ ആണ്. നമുക്ക് ഫസ്റ്റ് സ്ലോ ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, പിന്നെ അഗ്രസീവ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഫണ്ട് അക്കൗണ്ട് ആണ് പർച്ചേസ് ചെയ്യുന്നത്. 25Kയുടെ അക്കൗണ്ട് ആണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവും. അതേപോലെ ഡൗൺ സൈഡിൽ കൊടുത്തുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഏതാണ് മാക്സ് ആയിട്ടുള്ള കൂപ്പൺ കോഡ് ഉള്ളത് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആകുന്നുണ്ടാവും. ഡൗൺ സൈഡിൽ ലിങ്ക് കൊടുത്തില്ല, എന്റെ അഫിലിയേറ്റ് ലിങ്ക് വഴി കേരള ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാനിവിടെ എന്റെ ഡാഷ്ബോർഡിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഡാഷ്ബോർഡിലേക്ക് പോയിട്ടാകുമ്പോൾ ഈ ഒരു ക്ലയന്റ് ഏരിയ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് പോവുക. അതിനുശേഷം സ്റ്റാർട്ട് യുവർ ചാലഞ്ച് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് പേയ്മെന്റ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 സെഷൻസ് ആണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് ചൂസ് ചെയ്യണം. ഇൻസ്റ്റന്റ് അക്കൗണ്ട് ആണ്. രണ്ട് അക്കൗണ്ട് ടൈപ്പുകൾ ഉണ്ട്, സ്റ്റാർട്ടർ ഉണ്ട്, അതേപോലെ സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാർട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 5Kയുടെ അക്കൗണ്ട് ആയി കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. $10 കൊടുത്തിട്ട് നിങ്ങൾക്ക് പർച്ചേസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഇൻസ്റ്റന്റ് ഫണ്ടഡ് ആണ് കിട്ടുന്നുണ്ടാകുക. മാക്സിമം 250 സംതിങ് ഡോളേഴ്സ് ആണ് നിങ്ങൾക്ക് മാക്സിമം ഡ്രോ ഡൗൺ കാര്യങ്ങൾ വരുന്നുണ്ടാകുക. പെർ ഡേ $150 സംതിങ് ആയിരിക്കും വരുന്നുണ്ടാകുക. ഞാൻ ഗീവ് അവേസും കാര്യങ്ങളും ഇതിന്റെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോസും കാര്യങ്ങളും നെക്സ്റ്റ് വരുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ നമ്മൾ ലൈവും കാര്യങ്ങളും ഡെയിലി കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും മിസ് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാർട്ടർ അക്കൗണ്ട്. സ്റ്റാർട്ടർ ആണെന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഇവിടെ സ്റ്റാൻഡേർഡ് ആണ് ചൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റാർട്ടർ അക്കൗണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൺസിസ്റ്റൻസി സ്കോർ വരുന്നുണ്ട്, ആ 50 ആയിരിക്കും. കൺസിസ്റ്റൻസി സ്കോറിനെ കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആണ്. ഇവിടെ 25Kയുടെ അക്കൗണ്ട് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. 3 പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആണ്. MT5 ഉണ്ട്, മാച്ച് ഉണ്ട്, ട്രേഡ് ലോക്കർ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഇവിടെ MT5 ആണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമുക്ക് 25Kയുടെ അക്കൗണ്ടിന് $309 ആണ് പേ ചെയ്യേണ്ടതുണ്ടാവുക. ഇവിടെ വാലന്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഉള്ള കൂപ്പൺ കോഡ് ബേസ് ചെയ്ത് $123 നമുക്ക് ഇവിടെ മൈനസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം കൂപ്പൺ കോഡിന്റെ അവിടെ FIRST ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ കൊടുക്കുക. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും $154.50 ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഫില്ല് ചെയ്യേണ്ട ഏരിയ ആണ്. അവിടെ പോയതിനു ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോൾ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. സൈൻ മീ അപ് ടു എ റിസീവ് ഇമെയിൽ അപ്ഡേറ്റ് ആൻഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഇന്ത്യൻ റെസിഡന്റ് ആയിട്ട് തന്നെ ഡെബിറ്റ് കാർഡ് അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ ക്രിപ്റ്റോ കറൻസി വഴി നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ദ വെബ്സൈറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ഈ ഒരു കോളം കൂടി ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു പേയ്മെന്റ് ചെയ്യേണ്ട ഗേറ്റ് വേയിലേക്കായിരിക്കും വരുന്നുണ്ട്. 5 പേയ്മെന്റ് മെത്തേഡ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വിസ ആൻഡ് മാസ്റ്റർ കാർഡിന്റെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ക്രിപ്റ്റോ വഴി പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആപ്പിൾ പേ വഴി പറ്റുന്നുണ്ടാവും, ജിപേ വഴി പറ്റുന്നുണ്ടാവും. ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് എന്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ്. ഗൂഗിൾ പേയുടെ എനിക്ക് എക്സാക്ട് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകാൻ ചാൻസസ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ എന്റെ ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അക്കൗണ്ട് പർച്ചേസ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് $154 ആണ് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി നേരെ ബ്ലൂ ഗാർഡിന്റെ ആ ഒരു ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം.
നമ്മുടെ അക്കൗണ്ട് ഇവിടെ പർച്ചേസ് ആയതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്രെഡൻഷ്യൽസ് കാണുന്നുണ്ട് എങ്കിൽ നമുക്ക് MT5 ലോഗിൻ ചെയ്യാനുള്ള ക്രെഡൻഷ്യൽസും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ നമുക്കിവിടെ ഈ ഒരു ഏരിയയിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രോഫിറ്റ് ടാർഗറ്റ് അത് ഡെയിലി ലോസ് കാണാൻ വേണ്ടി പറ്റും, മാക്സിമം ലോസ്, അതേപോലെ തന്നെ മിനിമം ട്രേഡിംഗ് ഡേയ്സ്, മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ 25,000 അക്കൗണ്ട് ആണ്. കൺസിസ്റ്റൻസി സ്കോർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, 20% ആണ് ഉള്ളത്. ഇവിടെ ബാക്കിയുള്ള നമ്മുടെ വിൻ റേറ്റും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മാക്സിമം പെർമിറ്റഡ് ആയിട്ടുള്ള ലോസ് 1500 ആണ്. ഡെയിലി ലോസ് വരുന്നത് $750 ആണ്. ഓക്കെ, ഇന്നത്തെ പ്രോഫിറ്റും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ ഒരു ഏരിയയിലേക്ക് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഏറ്റവും നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻസി സ്കോറിന്റെ കാര്യമാണ്. നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നെക്സ്റ്റ് അക്കൗണ്ടിന്റെ റിവ്യൂസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊരു കൺസിക്യൂട്ടീവ് ആയിട്ട് 5 ഡേയ്സ് 0.5 വെച്ചിട്ട് 0.5 എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ $125 ഒരു $130 ഉണ്ടാക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഡേയ്സ് നമുക്ക് പേ ഔട്ടും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ട് റിസ്ക് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഗ്രസീവ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഒരു ചാലഞ്ച് അക്കൗണ്ട്, ഒരു മാസ്റ്റർ അക്കൗണ്ടിലുള്ള പോലെ തന്നെ ഒരു അക്കൗണ്ടിലാണ് ഉള്ളത്. വളരെ മിനിമൽ നമുക്ക് റിസ്ക് ചെയ്യാം. നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേ ഔട്ട് എന്നുള്ള രീതിയിൽ ലോക്ക് ചെയ്യാനാണ് ഫസ്റ്റ് നോക്കേണ്ടത്. നമ്മുടെ ആ ഒരു ക്യാപിറ്റൽ സേഫ് ആവുന്ന രീതിയിൽ വിഡ്രോസ് എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ 5 ഡേയ്സ് നമുക്ക് കൺസിക്യൂട്ടീവ് ആയിട്ട് 0.5 ഒരു $130 നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് 5 ഡേയ്സ്. കൺസിക്യൂട്ടീവ് ആയിട്ട് തന്നെ ഉണ്ടാക്കണമെന്നില്ല, അതിന്റെ ഇടയ്ക്ക് ലോസസും കാര്യങ്ങളെല്ലാം വന്നേക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ 5 ദിവസം ഒരു $130 പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേ ഔട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പേ ഔട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി സ്കോർ ആണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു $1000 ആണ് എക്സാമ്പിൾ പറയുന്നത്, ഒരു $1000 ആണ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഒരു ദിവസം എനിക്ക് ഒരിക്കലും 20% മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു $200 മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇവിടെ ഞാൻ പ്ലാൻ ചെയ്തതിൽ 5 ഡേയ്സിൽ നമുക്ക് ആ ഒരു മിനിമം പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. അതിന് ശേഷം ഫസ്റ്റ് പേ ഔട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമൽ ആയിട്ട് റിസ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 0.25 അല്ലെങ്കിൽ 0.3% ആയിരിക്കും ഞാൻ പെർ ട്രേഡ് റിസ്ക് ചെയ്യുന്നുണ്ടാകാം. പെർ ഡേ 1:2 എന്നുള്ള രീതിയിൽ ടാർഗറ്റ് അച്ചീവ് ആയി കഴിഞ്ഞാൽ ഒരു 0.5% എനിക്ക് അച്ചീവ് ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ 5 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പേ ഔട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എന്റെ കൺസിസ്റ്റൻസി സ്കോർ അവിടെ നോക്കുന്ന സമയത്ത് ആ ഒരു 0.5 ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓക്കെ ആയിരിക്കും. അതേപോലെ എന്റെ കൺസിസ്റ്റൻസി സ്കോർ എല്ലാം ഓക്കെ ആയിരിക്കും. ഇവിടെ എനിക്ക് ഇൻ കേസ് പ്രോഫിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ലോസസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, വളരെ റിസ്ക് കുറച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക, അഗ്രസീവ് ആവേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് അഗ്രസീവ് ആവാൻ പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേ ഔട്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ റിസ്ക് $70 ഉള്ളത് ഒരു 0.5 എന്നുള്ള രീതിയിലേക്ക് അഗ്രസീവിലേക്ക് ചെയ്യുന്നുണ്ടാവും. പെർ ഡേ 1 ട്രേഡ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു അക്കൗണ്ടിൽ നോക്കുന്നുണ്ടാകുക. ആ ഒരു സമയത്ത് ഇവിടെ നമുക്ക് 0.3 അല്ലെങ്കിൽ 0.25% റിസ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ മാക്സിമം 2 ട്രേഡ് എന്നുള്ള രീതിയിൽ നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആ ഒരു ടാർഗറ്റ് നമ്മൾ ആ ഒരു 1:2 എന്നുള്ള രീതിയിൽ ഒരു 130 അല്ലെങ്കിൽ $140 ആകുന്ന സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. കാരണം വെച്ചാൽ അതിൽ കൂടുതൽ ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേക്ക് ചെയ്യുന്ന എമൗണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ പേ ചെയ്തിട്ടുള്ള എമൗണ്ട് വിഡ്രോവൽ ആയിട്ട് എടുക്കുക. അതിനുശേഷം അഗ്രസീവ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ പേ ഔട്ട് കാര്യങ്ങളെല്ലാം എടുക്കുന്നത്, അതേപോലെ തന്നെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടാവും. നമുക്ക് നല്ലൊരു വിന്നിംഗ് കിട്ടലാണെങ്കിൽ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ പേ ഔട്ടും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ചെറിയൊരു ബ്രേക്ക് ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിന്നിയ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് ഡേയ്സ് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം എടുത്തേക്കാം. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു 60% വിൻ റേറ്റ്, അതേപോലെ തന്നെ 1:2 ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പറഞ്ഞിട്ടുള്ള ആ ഒരു പെർസെന്റേജ് ഓഫ് റിസ്കിൽ നമുക്ക് 10 ഡേയ്സ് കൊണ്ട് പേ ഔട്ടും കാര്യങ്ങളും ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓൾമോസ്റ്റ് ഒരു $750 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ട്രേഡും കൂടി എടുക്കലാണെന്നുണ്ടെങ്കിൽ മീറ്റപ്പ് ആകുന്നുണ്ടാവും. അപ്പൊ വളരെ മിനിമൽ ആയിട്ട് റിസ്ക് ചെയ്യാം ഫസ്റ്റ് ആ ഒരു പേ ഔട്ട് എടുക്കുന്നവരെ. അതിനുശേഷം നമുക്ക് അഗ്രസീവ് ആയിട്ട് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം നമുക്ക് ഇത് ബ്രീച്ച് ആവോ, അതേപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബ്രീച്ച് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം വെച്ചാൽ വളരെ മിനിമൽ ആയിട്ടാണ് റിസ്ക് ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് ആ ഒരു കൺസിക്യൂട്ടീവ് ആയിട്ട് നല്ലൊരു ലോസ് കിട്ടലാണെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് ബ്രീച്ച് ആവുള്ളൂ. നമ്മൾ ഇപ്പം പറഞ്ഞ പ്ലാന് ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പെർ ഡേ നമ്മൾ ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ $750 ആണ് നമുക്ക് ഒരു ദിവസം ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകാം, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ
ഈ ഒരു 0.25 അല്ലെങ്കിൽ 0.3 വെച്ച് നോക്കലാണെങ്കിൽ തന്നെ ഒരു 0.5ന്റെ മുകളിലായിരിക്കും നമ്മൾ റിസ്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു $150 നമ്മൾ റിസ്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ആ ഒരു പെർ ഡേ നമ്മൾ 2 ട്രേഡ് മാക്സിമം നോക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ. അത് വേറൊരു കാര്യമാണ്. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഓക്കെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മിനിമം ആയിട്ട് റിസ്ക് എന്നുള്ള ഒരു മെയിൻ തിങ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ട്രേഡിംഗ് ഡ്രോഡൗൺ കൂടി ഉണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു താഴെയുള്ള ആ ഒരു ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ലോസ് ലിമിറ്റിന്റെ ആ ഒരു കാര്യം മുകളിലോട്ട് കയറി വരുന്നുണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം കിട്ടുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് പ്ലാനും കാര്യം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മിനിമൽ ആയിട്ട് പോവാം. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് പോവാം. ഫസ്റ്റ് പേയ്മെന്റിന് ശേഷം സെക്കൻഡ് ഫേസിൽ നമ്മൾ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ ഡൗൺ സൈഡിൽ കൊടുത്തുള്ള ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുന്ന ഏതാണ് നിങ്ങൾക്ക് മാക്സ് ആയിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് അവൈലബിൾ ആവുന്നുണ്ട്, അത് അപ്ലിക്കബിൾ ആവുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളും നോക്കി നിങ്ങളുടെ ആ ഒരു റിസർച്ചും കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാം. പ്രോഫോം മാച്ച് പോലുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നിങ്ങൾ ഇതിന്റെ പേ ഔട്ട് അതേപോലെ തന്നെ ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.